പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ തൻ്റെ കയ്യൊപ്പ് ചാർത്തി പുറത്തിറക്കിയ സഭയുടെ ഔദ്യോഗിക രേഖയായ മാത്തേർ പോപ്പുളി ഫിദേലിസിൽ പരിശുദ്ധ മറിയത്തെ സംബോധന ചെയ്തിരുന്ന ചില വാക്കുകൾ മധ്യസ്ഥ, സഹരക്ഷക, സകല കൃപകളുടെയും മധ്യസ്ഥ എന്നീ വാക്കുകൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് നിഷ്കർഷിക്കുകയുണ്ടായി. കാലങ്ങളായി പരമ്പരാഗതമായി അനേകരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വാക്കുകൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യസ്ഥ എന്ന വാക്ക് അത് ഒഴിവാക്കണമെന്ന് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടുമ്പോൾ സാധാരണക്കാരായ പല വിശ്വാസികൾക്കും ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാനായിട്ടത് കാരണമായി തീർന്നിട്ടുണ്ട്. ഈ ആശയക്കുഴപ്പം നീക്കി ഇതിനൊരു കൃത്യത വരുത്തുവാനായിട്ട് സഭയുടെ ഔദ്യോഗിക ദൈവശാസ്ത്രജ്ഞനായ ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ അച്ഛൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛ, സ്വാഗതം. വത്തിക്കാനിൽ നിന്ന് ഔദ്യോഗികമായി മാർപ്പാപ്പയുടെ ഒപ്പോടുകൂടി പുറത്തിറക്കിയ ഡിക്രിയിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളായ മധ്യസ്ഥ, സഹരക്ഷക, സകല കൃപകളുടെയും മധ്യസ്ഥ എന്നീ വിശേഷണങ്ങൾ, പ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം എന്ന് പറയുകയുണ്ടായി. ഒഴിവാക്കണമെന്ന് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ പരമ്പരാഗതമായിട്ട് പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധരുടെയും ഒക്കെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികളിൽ ഏറെക്കുറെ എല്ലാവരും തന്നെ. അപ്പോൾ ഈ ഒരു നിർദ്ദേശം ഒരുപാട് വിശ്വാസികളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹരക്ഷക അല്ലെങ്കിൽ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നുള്ള കാര്യങ്ങളിൽ വലിയ ആശയക്കുഴപ്പം പലർക്കും ഇല്ല. കാരണം നേരത്തെ തന്നെ അത് സഭ നിരാകരിച്ചിട്ടുള്ളതാണ് എന്ന് സാധാരണ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ മധ്യസ്ഥ എന്ന ആ പ്രയോഗം അത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് പലരെയും ഒരു ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് സഭയുടെ വക്താവ് എന്ന നിലയിൽ അച്ഛന് എന്താണ് പറയാനുള്ളത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒത്തിരി ആളുകൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എന്നൊക്കെ ചോദിക്കുന്നത് ഞാനും കേട്ടു. മറ്റ് രണ്ട് കാര്യങ്ങളും ആളുകൾക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. കാരണം അത് സഹരക്ഷകയൊന്നും അല്ല എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. അപൂർവം ചില ആളുകൾ മാത്രമാണ് അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിൽ നിന്നൊക്കെ അവരുമൊക്കെയാണ് സഭയെ അങ്ങനെ കരുതുന്നു എന്ന് തെറ്റിദ്ധരിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സത്യം. അതുകൊണ്ട് ആളുകൾക്ക് അതൊരു വലിയ പ്രശ്നമല്ല. വല്ലാതെ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാകുന്നത് രണ്ട് വാക്കുകളാണ്. ഈ മധ്യസ്ഥ എന്ന വാക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. മീഡിയേറ്റർഷിപ്പ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സഭ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം, ഈ മധ്യസ്ഥ എന്ന ഒരു ടൈറ്റിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് ഉപയോഗിക്കരുത് എന്നല്ല ഈ ഡോക്യുമെന്റിലൂടെയും പരിശുദ്ധ പിതാവ് വഴി ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് സംസാരിക്കുന്നത്. ഇതൊരു ചെറിയൊരു ന്യൂവാൻസ് ആണ് അതിനകത്ത്. അതിനെക്കുറിച്ച് ഒരു ക്രമത്തിൽ ഇങ്ങനെ പറയാം. അതായത് മധ്യസ്ഥൻ അഥവാ മധ്യസ്ഥ എന്ന വാക്കുകൾ അത് ഈശോയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്, അത് ഈശോയെ മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നതും വിശുദ്ധരെ മധ്യസ്ഥരെന്ന് വിളിക്കുന്നതും എല്ലാ കാലത്തും സഭയിൽ രണ്ട് വിധത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈശോയാണ് ഏക മധ്യസ്ഥൻ എന്ന് സഭ എപ്പോഴും സംസാരിക്കും, എപ്പോഴും പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് തന്നെയുള്ള വാക്കാണത്. ചിലപ്പോഴൊക്കെ ആളുകൾ ഈ പ്രൊട്ടസ്റ്റന്റ് സൈഡുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്, ഈശോയാണ് ഏക മധ്യസ്ഥൻ എന്നിരിക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വിശുദ്ധരായി മധ്യസ്ഥരായി വണങ്ങാൻ കഴിയുക എന്നുള്ളത് ഒരു ചോദ്യം നേരത്തെ ഉള്ളതാണ്. അപ്പൊ ഈ ചോദ്യം നമുക്കും പുതിയതൊന്നുമല്ല, കത്തോലിക്ക സഭയ്ക്ക് പുതിയതല്ല, കത്തോലിക്ക വിശ്വാസികൾക്കും പുതിയതല്ല. നമുക്ക് നേരത്തെ തന്നെ അറിയാം ഈ മധ്യസ്ഥൻ എന്ന് ഈശോയെ വിളിക്കുന്നതും മറ്റ് വിശുദ്ധരെയും മാതാവിനെയൊക്കെ വിളിക്കുന്നതും രണ്ട് അർത്ഥത്തിലാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ആ വ്യത്യാസവും നമ്മുടെ ഈ ഡോക്യുമെന്റിനകത്ത് നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഈശോയുടെ മധ്യസ്ഥത്തെക്കുറിച്ച് പറയുന്നത് ഈശോ നമുക്ക് വേണ്ടി ആരോടോ മാധ്യസ്ഥം യാചിക്കുന്നു എന്നല്ല. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മധ്യസ്ഥൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? സാധാരണ നമ്മളൊരു മധ്യസ്ഥൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പം മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ മീഡിയേറ്റർ ആളുടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഒരാൾക്ക് വേണ്ടി മറ്റൊരാളോട് സംസാരിക്കുന്നു, ആ ആൾക്ക് വേണ്ടി ഇയാളോട് സംസാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം വിശുദ്ധരെ കുറിച്ച് അങ്ങനെ പറയുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ എങ്ങനെയാണ് ഈശോ ഏക മധ്യസ്ഥനായിരിക്കുന്നത്? അതാണ് ചോദ്യം. ഈശോ എങ്ങനെയാണ് ഏക മധ്യസ്ഥനായിരിക്കുന്നത്? ഈശോയുടെ മധ്യസ്ഥം എന്ന് പറയുന്നത് ഡിവിനിറ്റിയുടെയും ഹ്യൂമാനിറ്റിയുടെയും മധ്യസ്ഥമാണ്. എന്ന് വെച്ചാൽ കുറച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ദൈവം
ദൈവത്തിന്റെ ദൈവത്വം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് മനുഷ്യത്വമുണ്ട്, ഹ്യൂമൻനെസ് ആണുള്ളത്. അപ്പോൾ ഒരേ സമയം ദൈവവും അതേസമയം മനുഷ്യനുമായ ഒരാൾ ഉണ്ടെങ്കിലേ ഇത് രണ്ടിനെയും മധ്യത്തിൽ ഒരാൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് രണ്ട് എൻറ്റിറ്റീസ് ആണ്. ഗോഡ് എന്ന് പറയുന്ന ദൈവം വേറെ, മനുഷ്യൻ വേറെ. ഇതിനിടയ്ക്ക് ഒരു മധ്യത്തിലുള്ള ഒരാൾ അതെങ്ങനെ ഇരിക്കും? ആ ആൾ ഒരേ സമയം ദൈവവും ആയിരിക്കും, ആ സമയം മനുഷ്യനും ആയിരിക്കും. അങ്ങനെ ലോകത്ത് ആരുമില്ല. ഈശോ മിശിഹ മാത്രമാണ് ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് അവിടുന്നാണ് ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത്. അതായത് ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സംയോജിപ്പിക്കുന്ന, രണ്ടിൻ്റെയും മധ്യത്തിലായിരിക്കുന്ന രണ്ടിനെയും സംയോജിപ്പിക്കുന്ന ഏക വ്യക്തി അത് ഈശോ മിശിഹായാണ്. അതുകൊണ്ടാണ് ഈശോ മിശിഹ അല്ലാതെ മറ്റൊരു മധ്യസ്ഥൻ ഇല്ല എന്ന് തന്നെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, സഭ അത് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ അതേസമയം പിന്നെ എങ്ങനെയാണ് സഭയ്ക്ക് മറ്റു വിശുദ്ധരെയൊക്കെ മധ്യസ്ഥരായി കണക്കാക്കാൻ പറ്റുന്നത്? വിശുദ്ധരുടെ മാധ്യസ്ഥം ഇന്റർസെഷനാണ്, അതായത് മധ്യസ്ഥ യാചനകളാണ്. എന്ന് വെച്ചാൽ ഒരാൾ, ആ ആൾ അങ്ങനെയായിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് പരിശുദ്ധ കന്യകാമറിയം ഈശോയെ പോലെ ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവവും കൂടി സംയോജിച്ചിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. പരിശുദ്ധ കന്യകാമറിയം അവൾ നമുക്ക് വേണ്ടി ഈശോയോട് സംസാരിക്കുന്നു, ഈശോയുടെ വാക്കുകൾ നമ്മളോട് പറയുന്നു. ഇതാണ് ഇതിനകത്തെ കാര്യം. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ള വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള വാക്ക് തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥത്തിൽ ഉപയോഗിക്കാവൂ എന്നാണ് തിരുസഭ പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, മാതാവിന്റെ നമ്മളെ സഹായിക്കാനുള്ള മാതാവിന്റെ കഴിവ്, നമുക്ക് വേണ്ടി പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കാനുള്ള മാതാവിന്റെ ദൈവസന്നിധിയിലുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള യോഗ്യത, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് മാതാവിന്റെ മാധ്യസ്ഥം എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഡോക്യുമെന്റ് എന്താണ് ഡിനൈ ചെയ്തത്? യൂണിവേഴ്സൽ മീഡിയേറ്റർഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തെയാണ് ഡോക്യുമെന്റ് ഡിനൈ ചെയ്യുന്നത്. ഇത് മറ്റൊരു കാര്യമാണ്. യൂണിവേഴ്സൽ മീഡിയേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഈശോ മിശിഹായെ കുറിച്ച് മാത്രം പറയാവുന്നതാണ് സാർവത്രിക മാധ്യസ്ഥൻ എന്ന പദം ഈശോ മിശിഹായെ കുറിച്ച് മാത്രം പറയാവുന്നതാണ്. കാരണം അവിടുന്ന് മാത്രമാണ് അപൂർണ അർത്ഥത്തിൽ മധ്യസ്ഥനായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആ പദം മാതാവിൽ അപ്ലൈ ചെയ്യരുത് എന്നാണ് സഭ ഒന്നുകൂടെ ക്ലാരിറ്റി. അത് നേരത്തെ ഉള്ള വ്യക്തതയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പരാമർശങ്ങൾ, അതായത് നമ്മളെ സഹായിക്കാനുള്ള മാതാവിന്റെ കഴിവ്, അതുപോലെ നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യാനുള്ള ഇന്റർസെഷൻ, അത് ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഈ വാക്ക് ഉപയോഗിക്കാൻ. ഒപ്പം വിവേകത്തോടുകൂടെ, വിത്ത് പ്രൂഡൻസ് വേണം ഇത് ഉപയോഗിക്കാൻ എന്നും കൂടെയാണ് ഈ ഡോക്യുമെന്റിനകത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാതാവെ നിന്റെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല. മാതാവെ ഞങ്ങൾക്ക് മധ്യസ്ഥയായിരിക്കണമേ എന്ന് പറയുന്നതിനകത്തും ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന, കത്തോലിക്ക സഭയിൽ സാധാരണഗതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, മാതാവിനെ സാർവത്രിക മധ്യസ്ഥ എന്ന ഒരു ടൈറ്റിൽ വിളിക്കണം എന്ന് ഒരു ആവശ്യം ചില കോണുകളിൽ നിന്ന് ഒഫീഷ്യലായിട്ട് തന്നെ ഉണ്ടായതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു കാര്യമില്ല, സാർവത്രിക മധ്യസ്ഥയല്ല മാതാവ് എന്ന് ഈ ഡോക്യുമെന്റ് പറയാൻ ഇടവന്നത്. ഒന്ന് വിശദീകരിക്കുന്നത് നല്ലതാണ്. ഈ സാർവത്രിക മധ്യസ്ഥ അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ലോക്കലായിട്ട് അത് ആകാമെന്നാണോ അതിന്റെ അർത്ഥമുള്ളത്? അല്ല, അതിന്റെ അർത്ഥം ഞാൻ ആ സെന്റൻസ് വായിക്കാവേ. ദ ബിബ്ലിക്കൽ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ക്രൈസ്റ്റ് എക്സ്ക്ലൂസീവ് മീഡിയേഷൻ ഈസ് കൺക്ലൂസീവ്. അതിൽ തന്നെ പൂർണ്ണമാണ്. അത് പുറത്തേക്ക് മറ്റൊരാളിലേക്കും പോകുന്ന ഒരു കാര്യമല്ല. പരിശുദ്ധ ഈശോ മിശിഹായ്ക്ക് ഈശോ മിശിഹായെ മാത്രം വിളിക്കാവുന്ന ആട്രിബ്യൂട്ടാണ്, വിശേഷണമാണ് ഈ ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത്. അത് ഈശോയിൽ തന്നെ പൂർണ്ണമാണ്. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവുന്നതല്ല. ഇനി മാതാവിന്റെ മാധ്യസ്ഥത്തിന്റെ പ്രത്യേകത, അത് നമുക്ക് വേണ്ടി മാതാവ് മാധ്യസ്ഥം യാചിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ രണ്ടിനെയും സംയോജിപ്പിച്ച് നിർത്തുന്ന കണ്ണിയെന്നല്ല അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈശോ മിശിഹ അങ്ങനെയാണ്, ദൈവത്തെയും മനുഷ്യനെയും സംയോജിപ്പിക്കുന്ന, രണ്ടും ഒരാളിൽ ഉൾച്ചേരുന്ന ആ വ്യക്തി എന്ന ഈശോയുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഈ മാധ്യസ്ഥം എന്ന് പറയുന്നത്. എന്നാൽ മാതാവിനെ സംബന്ധിച്ച് മാതാവ് നിർവഹിക്കുന്ന, നമുക്ക് തരുന്ന ആ ഒരു ദാനം, നിർവഹിക്കുന്ന ആ ദൗത്യത്തിന്റെ പേരാണ് അവൾ മധ്യസ്ഥയായിരിക്കുന്നു എന്ന് പറയുന്നത്. ഈശോ മിശിഹ ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നതും മറിയം മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്.
അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ വാക്ക് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, വി കനോട്ട് ഇഗ്നോർ ദ ഫാക്ട് ദാറ്റ് ദ വേർഡ് മീഡിയേഷൻ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ മെനി ഏരിയസ് ഓഫ് എവറിഡേ ലൈഫ്. ആ അർത്ഥത്തിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് തന്നെയാണ് ഡോക്യുമെന്റ് സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 24, 5, 6, 24, 25, 26 പാരഗ്രാഫുകൾ അത് വളരെ കൃത്യമാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അത് അങ്ങനെ തന്നെ തുടരണമെന്നാണ്. ഈശോയ്ക്ക് തുല്യനായി മാതാവ് മധ്യസ്ഥയായിരിക്കുന്നു എന്ന് കരുതാത്തിടത്തോളം കാലം നമുക്ക് ഈ മാതാവിനെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നതിന് ഒരു തടസ്സമില്ല. അതായത് വ്യക്തമാണ്, പൂർണ്ണമായും അത് ശരി. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിച്ച ഘടകം ഈശോ മിശിഹ. ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ മറ്റൊരു മധ്യസ്ഥനില്ല. ദൈവത്തെ മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു, ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ക്രിസ്തുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ ഇടയിൽ ഈശോ അല്ലാതെ വേറെ ആരുമില്ല. എന്നാൽ മാതാവിൻ്റെ മധ്യസ്ഥം എന്ന് പറയുന്നത് മാതാവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാചനകളെയും അപേക്ഷകളെയും സമർപ്പിക്കുന്നു. ഇന്റർസെഷൻ എന്നാണ് അതിന്റെ വാക്ക്. മലയാളത്തിൽ രണ്ടിനും നമ്മൾ ഒരുമിച്ച് പറയുന്നതുകൊണ്ടാണ് അത് കുഴപ്പമാണ്. മാതാവ് നമുക്ക് തരുന്നത് ഇന്റർസെഷനാണ്. എന്നാൽ ഈശോയുടേത് മീഡിയേറ്ററാണ്. ഈ രണ്ട് വാക്കുകളൊന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതിയാവും. ഒന്ന് മീഡിയേറ്ററും മറ്റൊന്ന് മീഡിയേറ്റർഷിപ്പാണ്, ഇന്റർസെഷനാണ്. ഓക്കെ. അപ്പോൾ ഈ ഡിഗ്രി പുറത്തിറക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് ശരിയെന്ന് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നേതൃത്വവും സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനി ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. ഈ പെന്തക്കോസ്റ്റൽസ് സംസാരിക്കുന്ന മാധ്യസ്ഥം അവര് പറയുന്ന എപ്പോഴും പറയുന്ന കാര്യം ഈശോ മാത്രമാണ് ഏക മധ്യസ്ഥൻ, അല്ലാണ്ട് വേറെ ഒരു മധ്യസ്ഥനും ഇല്ല എന്നാണ് അവരെപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് അവർ കുറെ കാര്യങ്ങൾ തള്ളിക്കളയുന്നത്. വിശുദ്ധരെന്ന് പറയുന്ന കാര്യത്തെ അവർ തള്ളിക്കളയും, അതുപോലെ പൗരോഹിത്യം എന്ന് പറയുന്ന കാര്യത്തെ അവർ തള്ളിപ്പറയും. ഇതെല്ലാം ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരു ക്ലാരിറ്റി കുറവുകൊണ്ടാണ് ഇവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം അതവർ തള്ളിക്കളയാനുള്ള കാരണം വലിയ പരിധി വരെ അതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ? സഭയെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അതാണ് ആദ്യം പറയേണ്ട കാര്യം. തിരുസഭയെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് വിശുദ്ധരുടെ മാധ്യസ്ഥത്തെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നത്. കാരണം തിരുസഭ എന്ന് പറയുന്നത് മിശിഹായുടെ ശരീരമാണ്. അഥവാ 3 തലങ്ങളുള്ള, 3 മുറികളുള്ള, 3 നിലകളുള്ള ഒരു ഭവനമാണ് ഈ തിരുസഭ. അതിൽ 3 ഗണത്തിലെ ആളുകളുണ്ട്. പരിപൂർണമായ വിശുദ്ധി പ്രാപിക്കുകയും ദൈവത്തോടൊത്തായിരിക്കുകയും ചെയ്യുന്ന വിശുദ്ധരുടെ ഗണമാണെന്ന്. 2, മരണശേഷം വിശുദ്ധീകരിക്കപ്പെടാവുന്ന അവസ്ഥയിലുള്ളവർ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടമാണ് ശുദ്ധീകരണ സ്ഥലം. ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞ കാര്യം ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അവർ അതിനെ തള്ളിക്കളയും. അതിനകത്ത് ബൈബിൾ പശ്ചാത്തലമൊന്നും ഇല്ല എന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ചിട്ട് അതിനെ തള്ളിക്കളയും. എന്നിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നത് മാത്രമാണ് സഭ എന്ന് കരുതും. എന്നാൽ കത്തോലിക്ക വിശ്വാസം, ഈശോമിശിഹ നമുക്ക് തന്ന വിശ്വാസം അനുസരിച്ച് ഇത് 3 കൂടുന്നതാണ്. വിശുദ്ധര് നമ്മുടെ സഭയുടെ ഭാഗമാണ്, ശുദ്ധീകരണാത്മാക്കളും സഭയുടെ ഭാഗമാണ്, നമ്മളും ജീവിച്ചിരിക്കുന്നവരെ നമ്മളും സഭയുടെ ഭാഗമാണ്. ഇതിന് പുറത്താകെ നരകം മാത്രമാണുള്ളത്. ഇത് 3ഉം ഒരു സഭയുടെ ഭാഗമായതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വീടിനകത്ത് 3 ഇപ്പം മക്കളുടെ പഠനത്തിന് അപ്പൻ ഫീസ് കൊടുക്കുമല്ലോ. അത് നിങ്ങൾക്ക് കാശുണ്ടാകുമ്പോൾ കൊടുത്താൽ മതി, ഇതെന്റെ കാര്യം എന്ന് അപ്പൻ പറയില്ല. കാരണം അത് ഒരു വീട്ടിലെ ആയതുകൊണ്ടാണ്. അതേസമയം പുറത്തുള്ള ഒരു ആളാണ് ആ കൊച്ചിന് ഫീസ് കൊടുക്കുന്നവർ നമ്മൾ ചിലപ്പോൾ കൊടുക്കാൻ അതിപ്പോൾ എന്റെ ഉത്തരവാദിത്വം അല്ലല്ലോ എന്ന് ആളുകൾ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കുടുംബത്തിനകത്തുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത് മാത്രമേ ഉള്ളൂ കത്തോലിക്ക സഭയിൽ നടക്കുന്നത്. ഇതൊരു സഭയാണ്, ഒരു ശരീരമാണെന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മുടെ മുന്നേ ജീവിച്ച് കടന്നുപോയ ഈശോയുടെ സുവിശേഷം ജീവിച്ച സുവിശേഷമായി മാറിയ മിശിഹായുടെ പ്രബോധനങ്ങൾക്ക് പൂർണ്ണമായും തന്നെ സമർപ്പിച്ച, ഈശോയോട് അതുപോലെ ഏകീഭവിച്ച് ഈശോയുടെ സ്വന്തമായി മാറിയ ആളുകളും നമ്മുടെ ഈ ശരീരത്തിന്റെ ഭാഗമാണ്, ഈ സഭയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവരുടെ നന്മയിൽ നിന്ന് നമുക്കും പ്രദാനം ചെയ്യും. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അതേസമയം പ്രൊട്ടസ്റ്റന്റുകാർ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. അവർ പറയും നമുക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് അവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ. ഇതിന്റെ ഒക്കെ പുറകെ കിടക്കുന്നത് തിരുസഭയെക്കുറിച്ചുള്ള ജ്ഞാനമില്ലായ്മയാണ്. തിരുസഭയെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അവരതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും നിഷേധിക്കുന്നു. അല്ലാതെ അവർ വെറുതെ മീഡിയേറ്റർഷിപ്പിനെ അല്ല നിഷേധിക്കുന്നത്. അവർ നിഷേധിക്കുന്നത് സഭയുടെ അസ്തിത്വത്തെ
നിഷേധിക്കുന്നത്. സഭ സ്വർഗീയ സഭയും ശുദ്ധീകരണ സഭയും ഭൗമിക സഭയും കൂടെ കൂടിയതാണ് എന്ന് അംഗീകരിച്ചാൽ ഇത് ബാക്കി അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു ശരീരമാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സ്വർഗവാസികൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുമെന്ന് ആർക്കും സിമ്പിളായിട്ട്, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഭൂമിയിലെ സഭയെ മാത്രമാണ് അവർ സഭയായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. പക്ഷേ ഭൂമിയിലെ സഭയില്ല, ഭൂമിയിലെ അവരുടെ കൂട്ടത്തെയാണ് അവര് അങ്ങനെ കരുതുന്നത്. ആരെങ്കിലും എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ എന്ന് പറയുന്നത് കേട്ടിട്ടാണ് അവരങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ ഈ ഒരുമിച്ച് കൂടുക എന്ന പദം എക്ലേസിയ എന്ന പദമാണ്. എക്ലേസിയ എന്ന പദമാണ്. തിരുസഭ ആദിമ ഈശോയിൽ നിന്ന് തുടരുന്നതാണ്. ഈശോയിൽ തുടരുന്നത് മാത്രമേ തിരുസഭയാവുള്ളൂ. 1500 ശേഷം ഒരാൾ സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമൂഹങ്ങളെ നമുക്ക് ഒരു ക്രിസ്ത്യൻ സമൂഹങ്ങൾ എന്ന് വിളിക്കാം, വേണമെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കാം. പക്ഷെ സഭയെന്ന് വിളിക്കാൻ പറ്റില്ല. സഭ എന്ന പദം വിശുദ്ധഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നത് അന്ന് നിലനിന്നിരുന്ന സഭയെക്കുറിച്ച് തന്നെയാണ്. അതായത് അന്ന് സഭാ സമൂഹങ്ങൾ, ഇപ്പോൾ എഫെസോസില്, കൊറിന്തോസില് അങ്ങനെയൊക്കെ നിന്നിരുന്ന ഏക കത്തോലിക്ക സഭ, അതൊക്കെ ആയിരിക്കുമ്പോഴും ഒരു സഭയായിട്ട് തന്നെയാണ്. അതിന്റെ പിന്തുടർച്ചയാണ് എല്ലാ കാലത്തും നടന്നിട്ടുള്ളത്. അതിനെയാണ് വിശുദ്ധഗ്രന്ഥം സഭയെന്ന് വിളിക്കുന്നത്. അതൊരിക്കലും പിന്നീട് ഉണ്ടാകുന്ന ഗ്രൂപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പകരം അവയൊക്കെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ എന്ന് പറയാം. ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ ക്രിസ്ത്യൻ എന്ന് വിളിക്കാം. അവർ ജെന്യൂൻ ആയിട്ടാണെങ്കിൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്ന് പറയാനുള്ളത് ഉചിതമല്ല. പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങൾ, ഗ്രൂപ്പുകളെന്നോ സമൂഹങ്ങളെന്നോ ഒക്കെ വിളിക്കാവുന്നതാണ്. അവരതിനെയാണ് അവർ സഭയായി കണക്കാക്കുന്നത്. അച്ഛാ, ഈ സ്റ്റെഫാനോ ഗോപിയുടെ നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ദൈവത്വത്തിന് നിരക്കാത്ത എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്ന, പ്രതികാരം ചെയ്യുന്ന, പകരം ചോദിക്കുന്ന, അസഹിഷ്ണുവായ അങ്ങനെയുള്ള ഒരു ദൈവസങ്കല്പത്തെ അതിനകത്ത് വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് നിരക്കുന്നതാണെന്ന് തോന്നുന്നില്ല എന്ന് പല വൈദികർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ പുസ്തകങ്ങളൊക്കെ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഇത് വിശ്വസിക്കാൻ, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ ക്രൈസ്തവ വിശ്വാസികൾക്ക് അല്ലെ കത്തോലിക്കർക്ക് ബാധ്യതയുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ ദർശനങ്ങൾക്കകത്തെല്ലാം, ദർശനങ്ങൾ, അതായത് ഇതൊക്കെ ദർശനങ്ങളുടെ ഭാഗമാണല്ലോ, വ്യക്തികൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ചെറിയ ഒരു കുഞ്ഞു ഗ്രൂപ്പിന് കിട്ടുന്ന ദർശനങ്ങൾ, അതിൽ കൂടുതലും മാതാവുമായി ബന്ധപ്പെട്ട ദർശനങ്ങളാണ്. പിന്നെ ചിലതൊക്കെ വിശുദ്ധരുടെ ദർശനങ്ങളൊക്കെയാണ്. ഈ ദർശനങ്ങളും അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന മെസ്സേജിനെയും പൊതുവിൽ വിളിക്കുന്നത് പ്രൈവറ്റ് റെവലേഷൻസ് എന്നാണ്, സ്വകാര്യ വെളിപാടുകൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്നാൽ പരസ്യ വെളിപാട്, ദ റെവലേഷൻ, അത് ഈശോമിശിഹായിലൂടെ നൽകപ്പെട്ട റെവലേഷനാണ്. ഈശോമിശിഹായാണ് ദ റെവലേഷൻ. ഇനി ഈശോമിശിഹായുടെ റെവലേഷൻ അവിടുത്തെ വാക്കുകളിലും പ്രവൃത്തികളിലുമാണ് വ്യക്തമാകുന്നത്. ഈശോയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വെളിവാകുന്ന, അവിടുന്ന് പകർന്നു തന്ന ആ റെവലേഷൻ അവിടുന്ന് പകർന്നു കൊടുത്തത് തൻ്റെ അപ്പസ്തോലിക സഭയ്ക്കാണ്. അതാണ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ശ്ലീഹന്മാർക്ക് പകർന്നു കൊടുത്തതും സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതും ഈശോമിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതുമായ അവയെയാണ് പബ്ലിക് റെവലേഷൻ എന്ന് വിളിക്കുന്നത്. പബ്ലിക് റെവലേഷൻ മാത്രമാണ് ഒരാൾ വിശ്വസിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ സ്വകാര്യ വെളിപാടുകളാണ്. സ്വകാര്യ വെളിപാടുകൾ ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് പ്രൈവറ്റ് ആണ്. ഒരാൾക്ക്, അത് കിട്ടുന്ന ആൾക്കോ അല്ലെങ്കിൽ അതുമായി സമാനതയുള്ള ഏതാനും ആളുകൾക്കോ വേണ്ടി മാത്രമുള്ളതാണ് അവ എന്നതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കാൻ ദൈവം, സഭ ആരെയും ചുമതലപ്പെടുത്തുന്നില്ല. ഇനി അങ്ങനെയുള്ള വെളിപാടുകളൊക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചുമതലപ്പെടുത്താത്തത്, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് കുഴപ്പമെന്ന് ചോദിച്ചാൽ, എല്ലാ സ്വകാര്യ വെളിപാടുകളും 3 ഉറവിടങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നുള്ളതാണ് അതിന്റെ കാര്യം. 3 ഉറവിടങ്ങളിൽ. ഇപ്പൊ ഉദാഹരണത്തിന് മാതാവ് സംസാരിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് മാതാവിന്റെ വെളിപാട് ലഭിക്കുന്നു, ദർശനം കിട്ടും, അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് മാതാവ് സംസാരിക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ സാത്താനും സംസാരിക്കാൻ പറ്റും. ആ ആളോട് പലതരത്തിലുള്ള കാര്യങ്ങൾ സാത്താനും സംസാരിക്കാൻ പറ്റും, ഡിസ്ഗൈസ്ഡ് ആയിട്ട് ഒക്കെ സംസാരിക്കാൻ പറ്റും. മൂന്നാമത് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ആളുടെ ഉള്ളിലെ പാസ്റ്റ് എക്സ്പീരിയൻസും കാഴ്ചപ്പാടുകളും ഒക്കെ അതും ഇതിനോട് കൂടി കലരും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ബെത്ലഹേം എന്ന് പറയുന്നു. ബെത്ലഹേം എന്താ ഓർമ്മ വന്നത്? എന്താണ് ബെത്ലഹേം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്? ഈശോയുടെ ജനനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കേട്ടോ, വേണമെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ ഓർമ്മ വരും അല്ലെ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് ഓർമ്മ വരാം. അങ്ങനെ ഓർമ്മ വരുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? ഞാൻ പറഞ്ഞത് ബെത്ലഹേം എന്ന് മാത്രമാണ്, ഈശോയുടെ ജനനസ്ഥലത്തെ ഓർമ്മ. ചിലർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഓർമ്മ വരാം, ചിലർക്ക് മഞ്ഞൊക്കെ ഓർമ്മ വരാം. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? ഈ കേൾക്കുന്ന വാക്കിനോടൊപ്പം എന്റെ ചിന്തയും കൂടി അങ്ങോട്ട് കലർന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു മിക്സ്ചറാണ്
എല്ലാ പ്രൈവറ്റ് റെവലേഷനിലും കിട്ടുന്നത്. അവരുടെ മുൻ അനുഭവങ്ങൾ, മുൻ അറിവുകൾ അത് അതിനകത്ത് കലരും. പിന്നെ സാത്താൻ സംസാരിക്കുന്നുണ്ടാവും, ദൈവം സംസാരിക്കുന്നുണ്ടാവും. ഇത് മൂന്നൂടെ കൂടി കലർന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്കുണ്ടാകുന്നത്. ആ എക്സ്പീരിയൻസിനെ അതിനെ വിളിക്കുന്ന അതൊരു ഇന്റേണൽ പെർസെപ്ഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇന്റേണൽ പെർസെപ്ഷൻ. അത് ചുമ്മാ ഭാവനയല്ല, അതൊരു ഫോട്ടോഗ്രാഫിക് വിഷനും അല്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് കിട്ടുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു അഭൗമിക എക്സ്പീരിയൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈ കടന്നുപോയ അനുഭവത്തെ അവര് വാക്കുകൾ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നടത്തുന്ന ശ്രമമാണ് ഈ പുസ്തകങ്ങളെല്ലാം. മനസ്സിലായോ? ഇവർക്ക് കിട്ടിയേക്കുന്ന ഇതിനെ സർവ്വതിനെയും അവർക്ക് മനസ്സിലായതുപോലെ അവർ എഴുതുന്നതാണ്. അപ്പൊ എഴുതുന്നത് അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും ഉപയോഗിച്ചാണ്. അവരാണ് അതിനകത്തോടെ സംസാരിക്കുന്നത്. അവരെ സംസാരിക്കാൻ സഹായിക്കുന്ന കുറെ ഘടകങ്ങൾ അവർക്ക് കിട്ടിയ റെവലേഷന്റെ ഭാഗമാണ്. അതിനകത്ത് റെവലേഷന്റെ ഭാഗമുണ്ട്, ചിലപ്പോൾ തിന്മ പറഞ്ഞതും ഉണ്ടാവും, അവരുടെ അനുഭവം മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒരു മിക്സ്ചറാണ് അവർ അവതരിപ്പിക്കാൻ തുടങ്ങി. ഇനി അപ്പോഴും അവരുടെ വാക്കുകളുടെ പരിമിതികൾ അതിനകത്തുണ്ട്. അതെല്ലാം കൂടി കൂടിയൊരു സൂത്രമാണ്. അപ്പൊ ഇനി അതിന് എങ്ങനെയാണ് വാലിഡ് ആണോ നോക്കുന്നത്? തിരുസഭയുടെ പ്രബോധനങ്ങൾ എന്ന് പറയുന്ന അരിപ്പയ്ക്കോ അതോടെ അതിനെ കടത്തിവിടണം. കടത്തിവിട്ട് കഴിയുമ്പം ഏതൊക്കെ അതിനോട് മാച്ച് ചെയ്യുന്നു, അതായത് ദ റെവലേഷനോട്, പരസ്യ വെളിപാടിനോട് എന്തൊക്കെ ചേർന്ന് പോകുന്നോ അവയാണ് ഈ സ്വകാര്യ വെളിപാടിനകത്തുനിന്ന് നമ്മൾ എടുക്കാൻ കടപ്പെട്ടിട്ടുള്ളൂ. ഇനി ചോദ്യത്തിലോട്ട് വരാം. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണോ എന്നാണ്. ഇപ്പൊ ഇൻസെനു ജെസു ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം പ്രൈവറ്റ് റെവലേഷൻസ് ഉണ്ട്. അവ അത്തരം റെവലേഷൻസ് പ്രൈവറ്റ് ഫാത്തിമയിൽ ദർശനം സഭ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. 3 കാര്യങ്ങളാണ് അത് അർത്ഥമാക്കുന്നത്. ഒന്നാമത്തേത്, വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും എതിരായതൊന്നും ആ ദർശനത്തിൽ പൊതുവിൽ കാണുന്നില്ല എന്ന നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്ക് ആവശ്യമുള്ളത് അതിനകത്തുണ്ട് എന്നല്ല, അതിന് വിരുദ്ധമായതൊന്നും അതിൽ പ്രഥമ ദൃഷ്ടിയെ കാണാനില്ല എന്ന് മാത്രം പറയുന്നു. എന്ന് വെച്ചാൽ അതിനകത്ത് നല്ലതുണ്ടെന്ന് അർത്ഥം ഇല്ലതാനും ഉണ്ടാകാം, ഉണ്ടെങ്കിലും പരിശോധിച്ചിടത്തോളം അതിനകത്ത് വിശ്വാസ വിരുദ്ധമായ കാര്യങ്ങൾ, ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ആ ദർശനത്തിനകത്ത് കാണുന്നില്ല എന്നുള്ള ഒരു ഡിക്ലറേഷനാണ്. രണ്ടാമത്തേത്, നിങ്ങൾക്കത് പബ്ലിക് ആക്കാമെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ മറ്റൊരാളോട് പറയാം, വേണമെങ്കിൽ അനൗൺസ് ചെയ്യുകയോ ആളുകളൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന പോലെ അത് പുറത്തറിയിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. മൂന്നാമത്തേത്, വിശ്വാസികൾക്ക് തങ്ങളുടെ വിവേകം ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുകയോ അവിടെ പോവുകയോ ചെയ്യാം. വിവേകം ഉപയോഗിച്ചുകൊണ്ടും ആവശ്യമുണ്ടെങ്കിലും. ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊരു ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് CDF കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് അതിന്റെ പ്രീഫെക്റ്റ് ആയിരുന്ന റാറ്റ്സിംഗർ പാപ്പ അന്ന് കൊടുത്തിട്ടുള്ളത് ഈ ഇൻസെനു ജെസുവിന്റെ ആദ്യ പേജുകളിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ഡോക്യുമെന്റിനകത്ത് ഈ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിപ്പെറുക്കി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ സ്വകാര്യ വെളിപാടുകൾ നമുക്ക് വിശ്വസിക്കാൻ കടമയില്ല. 2, അത് പ്രഘോഷിക്കാനുള്ളതല്ലേ അല്ല. അതാണ് എടുത്ത് ചോദിക്കാനുള്ളൊരു കാര്യം. അതായത് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് നമ്പർ 66 എൻ്റെ ഓർമ്മ. സ്വകാര്യ വെളിപാടുകൾ ഒന്നും തന്നെ സഭയുടെ വിശ്വാസ നിക്ഷേപത്തിന്റെ ഭാഗമല്ല എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കെ നമ്മൾ ഇനി അത് പ്രഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ? സുവിശേഷമല്ലേ നമ്മൾ പ്രസംഗിക്കേണ്ടത്? 100% ഡെപ്പോസിറ്റും ഫെദയുടെ ഭാഗമേ അല്ല അവ പ്രഘോഷിക്കാതിരിക്കണമെന്നല്ല, പ്രഘോഷിക്കരുത് എന്നാണ്. അങ്ങനെ തന്നെ നിർബന്ധം പിടിക്കുന്നുണ്ടല്ലേ? അങ്ങനെ നമ്മൾ നിർബന്ധം പിടിക്കണം. കാരണം പ്രഘോഷിക്കപ്പെടേണ്ടത് എന്താണ് പ്രഘോഷിക്കേണ്ടത് നമുക്ക് നേരെ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ഇനി സുവിശേഷ പ്രഘോഷണം മുഴുവനും പൂർത്തിയായ ശേഷമാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള തപ്പി പോകുന്നതിന് ഞാനൊന്നും പറയില്ല. മുഴുവനും പൂർത്തിയായി. പക്ഷെ നമുക്കതിന്റെ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്തു തീർക്കാൻ ഒരു മനുഷ്യായുസ് കൊണ്ട് ഒരു പങ്ക് പോലും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നിരിക്കെ നമ്മൾ അതിനെ അവഗണിച്ചിട്ട് ഇത്തരം ഗ്രന്ഥങ്ങളെ, ഇപ്പൊ ചില ഡയറികൾ ഇതിനെയൊക്കെ എടുത്ത സുവിശേഷ പ്രഘോഷണങ്ങളുടെ ഭാഗങ്ങളാക്കുന്നത് ഗൗരവതരമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് ഇനി ഇതിനകത്തൊരു മറുവശം പറഞ്ഞിട്ട് അതിനകത്തോട്ട് പോകാവേ. അതായത് ഇവ വിശ്വസിച്ചാലും കുഴപ്പമില്ല എന്ന് സഭ പഠിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ അരിപ്പയിലൂടെ കടന്നു പോകുമ്പം ഈ പബ്ലിക് റെവലേഷൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളതെങ്കിലാണ് അത് വാലിഡ് ആകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് സാധാരണഗതിയിൽ ഈ പ്രൈവറ്റ് റെവലേഷൻസിനകത്തൊക്കെ നടക്കുന്നത് ഓൾറെഡി നൽകപ്പെട്ടിട്ടുള്ള പ്രബോധനത്തെ ചിലതിനെ ഒന്ന് കാലികമായി എടുത്തു പറയുകയോ ചിലതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുകയോ ഊന്നൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഉദാഹരണത്തിന് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൽ. ഇത് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ആദിമകാലം മുതൽ ആദിമസഭ മാർപ്പാപ്പ തടവിലായിരുന്നപ്പോൾ, പത്രോസ്ലിയ തടവിലായിരുന്നപ്പോൾ അവർ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് മാതാവ് ചെയ്യുന്നത്. ഇനി അതുപോലെ ചിലപ്പം ചില തിന്മകൾ അവയിൽ നിന്ന് മാറി. ഇതൊന്നും പുതുതല്ല.
ഒന്നും പുതുതല്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുമ്പം ഓൾറെഡി ഉള്ള വെളിപാടിനെ തന്നെയാണ് അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് പഠിപ്പിക്കാൻ ഈ സെക്കൻഡറി മെറ്റീരിയൽ അല്ല ഉപയോഗിക്കേണ്ടത്, പ്രൈമറി മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. അത് സുവിശേഷങ്ങളാണ്, സഭയുടെ പ്രബോധനങ്ങളാണ്. സഭയുടെ പ്രബോധനത്തിനകത്ത് നിന്നുകൊണ്ട് സുവിശേഷത്തെ പ്രഘോഷിക്കുകയാണ് എല്ലാ വചന പ്രഘോഷകരും, ധ്യാനകേന്ദ്രങ്ങളും, വൈദികരും എല്ലാവരും ചെയ്യേണ്ടത്. അതല്ലാതെ ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല. പ്രഘോഷണത്തിന്റെ വിഷയമല്ലേ അല്ല ഈ പറഞ്ഞ സ്വകാര്യ വെളിപാടുകൾ. അവ ഒരാൾക്ക് പ്രൈവറ്റ് ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാൾക്ക് വേണേ വായിച്ചു നോക്കാം. പക്ഷെ അവിടെ ഒത്തിരി പ്രശ്നമുള്ള എന്നറിയാമോ? ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എന്നോട് ഒത്തിരി ആളുകൾ ഈ ഈശോയും നിക്കോദേമസും കൂടി അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എവിടെയാ വായിച്ചിരിക്കുന്നത്? ഇതുപോലത്തെ ഡയറികൾക്കഥ വായിച്ചിരിക്കുന്നത്, അല്ലാതെ സുവിശേഷത്തിനല്ല. അപ്പൊ സുവിശേഷത്തിലുള്ളതാണോ അതോ ഇവിടെയുള്ളതാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സുവിശേഷത്തെ ഒരാളുടെ ഹൃദയത്തിൽ ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയും അതിന്റെ പ്യൂരിറ്റി അത് ദൈവനിവേശിതമാണ്. ദൈവനിവേശിതമായ ഒരു ഗ്രന്ഥത്തോട് ഈ പറഞ്ഞ പോലത്തെ സാധാരണ ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഈക്വലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗൗരവമുള്ള കുറ്റമാണ്. അച്ഛാ, വളരെ കൃത്യമാണ്. വാസ്തവത്തിൽ അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ നമ്മുടെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാന ഗുരുക്കന്മാരും സുവിശേഷ പ്രഘോഷകരും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടി ഇരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ എല്ലാവരുമല്ല എങ്കിൽ പോലും ഈ ഇതുപോലെയുള്ള ഡയറികളിൽ നിന്നൊക്കെയുള്ള കുറിപ്പുകളൊക്കെ എടുത്ത് വാസ്തവത്തിൽ അത് കേൾക്കുമ്പോൾ പല മനുഷ്യരും ഭയത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. അതിൽ അച്ഛൻ വളരെ കൃത്യമായിട്ട്, വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അത് ഗുരുതരമായ തെറ്റാണെന്ന് തന്നെ അച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുക. തെറ്റാണെന്ന് പറയാൻ കാരണം, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇൻസെനു ജേസുവിൽ ഈശോ വൈദികരോട് ഇങ്ങനെ പറയുന്നു എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു നമ്മുടെ ഒരു ആരാധനയിലോ ഒരു പ്രാർത്ഥനയിലോ ഒരാൾ കൂട്ടിയോ എന്ന് ചോദിച്ചു, ഈശോ വൈദികരോട് ഇങ്ങനെ പറഞ്ഞു. അത് തെറ്റാണ്. ഈശോ വൈദികരോട് അങ്ങനെ പറയല്ല ചെയ്തത്. ഈശോ വൈദികരോട് അങ്ങനെ പറയുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് വേണം പറയാൻ, എന്നനുഭവം. പക്ഷെ ഇത് രണ്ടും കൂടി ഒരുപോലെയാണ്. ഈശോ നേരിട്ട് പറയുന്നു എന്നുള്ള പേരിലാണ്, പക്ഷെ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസ് ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ഭാവനയുണ്ടാകും, ദൈവം നൽകിയ പ്രചോദനങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാലോ, ഈശോയുടെ കാലത്ത്, അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈശോയുടെ കാലഘട്ടത്തിൽ, ഈശോയുടെ സമകാലീനരുടെ കാലഘട്ടത്തിൽ സുവിശേഷങ്ങൾ എഴുതപ്പെട്ട സമയത്ത് തന്നെ അതിനോടൊപ്പം തന്നെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. എന്ന് വെച്ചാൽ തോമാസ് ലീഹായുടെ നടപടികൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. എന്തുകൊണ്ട് ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമായില്ല? നമ്മൾ എന്തുകൊണ്ട് ആ പ്രഘോഷണത്തിന്റെ വിഷയമാക്കുന്നില്ല? അതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഈ ദർശനങ്ങൾ. ആലോചിച്ച് നോക്കണം. സഭയുടെ എന്നത്തെയുള്ള ഉറപ്പാണത്. ഈ 4 സുവിശേഷങ്ങളാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്, ഒപ്പം ലേഖനങ്ങളും ആണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. അത് ഇനി പഴയ നിയമം എന്താ ചെയ്യേണ്ടത്? ഈ സുവിശേഷങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു തിരിഞ്ഞുനോട്ടം പഴയ നിയമത്തിലേക്ക് നടത്തുന്നതിന് കുഴപ്പമില്ല. പഴയ നിയമത്തെ മാത്രം പ്രഘോഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ കുഴപ്പം. അങ്ങനെയൊക്കെ ഇരിക്കെ, അത്രയും ശ്രദ്ധ ഉണ്ടായിരിക്കെ നമുക്ക് എങ്ങനെയാണ് പഴയ നിയമത്തിൽ പോലും നേരിട്ട് ഒരു പ്രബോധന വിഷയമാക്കാൻ കഴിയില്ലാതിരിക്കെ എങ്ങനെയാണ് ഒരാൾക്ക് കിട്ടിയെന്ന് ആൾ അവകാശപ്പെടുന്ന ഒരു പോപ്പുലർ ബുക്കിനെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാക്കുന്നത്? പിന്നെയും അതിനേക്കാൾ മെച്ചമാണ് വിശുദ്ധരുടെയൊക്കെ ചിന്തകളോ അല്ലെങ്കിൽ അവരുടെ റൈറ്റിങ്സോ ഈ വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. മറ്റേന്ന് പറയുമ്പോൾ പ്രശ്നം എന്താണെന്നറിയാം, ദൈവം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത്. മറ്റേത് വിശുദ്ധ അക്യുനാസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഗസ്തീനോസ് ഇങ്ങനെ പറഞ്ഞിട്ടെന്ന് പറയുന്നത് ഉചിതമാണ്. അവർ സഭാപിതാക്കന്മാർ, അവർ ചെയ്തിട്ടുള്ള സഭയുടെ പ്രബോധനങ്ങളുടെ മേലുള്ള ധ്യാനവും പ്രബോധനവുമാണ് അവർ നടത്തുന്നത്. ഇത് ഉണ്ടായ ദർശനമാണ്. ഇതെന്റെ വ്യത്യാസം. അച്ഛാ, അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. വിശുദ്ധ ബൈബിളിൽ നമുക്കറിയാം, കാനായിലെ കല്യാണ ദിവസത്തിൽ അവിടെ പരിശുദ്ധ അമ്മ ശിഷ്യരോടായിട്ട് പറയുന്നു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പിന്നീട് ബൈബിളിലുടനീളം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധ മാതാവ് ഈശോയുടെ ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ ഇടപെട്ടിട്ടുണ്ട്. ഈശോയുടെ ക്രൂശിൻ്റെ ചൂട്ടിൽ മാതാവുണ്ട്. പെന്തക്കോസ്ത് നാളിൽ അവിടെയും മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ അവിടെ എവിടെയും പിന്നെ മറിയം ഒരക്ഷരം മിണ്ടി കാണുന്നില്ല. ഞാൻ ഇത് മനസ്സിലാക്കിയത് നമ്മുടെ പ്രശസ്ത നിരൂപകനായിരുന്ന ശ്രീ KP അപ്പൻ്റെ, അദ്ദേഹം മരിച്ചുപോയല്ലോ, അദ്ദേഹത്തിൻ്റെ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന പേരിൽ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ടല്ലോ. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യമാണ്.
അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇതൊരു വാസ്തവമാണല്ലോ എന്ന്. അപ്പം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന് മാതാവ് അവസാനമായിട്ട് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അങ്ങനെയുള്ള പരിശുദ്ധ അമ്മ പിന്നീട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഉത്ബോധനങ്ങൾ നടത്താനുള്ള ഒരു സാധ്യത അത് കാണുന്നുണ്ടോ? ആദ്യം ആ മാതാവിന്റെ വാക്കുകളെ കുറിച്ച് പറയണം. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവനെന്നുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടിയാണ്. അത് ആ കോണ്ടെക്സ്റ്റിൽ അത് ശരിയാണ്, അതോടൊപ്പം തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കൂടിയാണ്. അതായത് മിശിഹ പറയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സ്നാപയോഹന്നാൻ ലോകത്തെ ഈശോയിലേക്ക് നയിക്കുന്നത് പോലെ മറിയം തന്നെയും തന്റെ പുത്രനിലേക്ക് എല്ലാവരെയും നയിക്കുകയാണ്. അതുകൊണ്ടാണ് മാതാവിലൂടെ പോകുന്നവർ ഈശോയിൽ എത്തിച്ചേരുമെന്നുള്ള കോൺഫിഡൻസ് നമുക്കുള്ളത്. ഇനി മാതാവ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ കാര്യം അങ്ങ് പറഞ്ഞത് വളരെ 100% ശരിയായ ഒരു കാര്യമാണ്. മാതാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൾ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ്. ഇനി അതാണ് മാതാവും സ്ലീഹന്മാരും തമ്മിലുള്ള വ്യത്യാസം. സ്ലീഹന്മാർ അവ ലോകത്തോട് പ്രഘോഷിച്ചു, മറിയം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഡിഫറൻസ്. ഇത് പൗരോഹിത്യം വഴി കർത്താവ് തൻ്റെ ദൗത്യം ഭരമേൽപ്പിച്ച സ്ലീഹന്മാരിലൂടെയാണ് കർത്താവ് തുടർന്ന് ഔദ്യോഗികമായ പ്രബോധനം നടത്തുന്നത്. ഇനി ആ പ്രബോധനത്തെ ആവർത്തിക്കാൻ നമുക്കൊക്കെ അവകാശമുണ്ട്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം അതിൽ തന്നെ ഒരു പ്രബോധകയല്ല. എന്നാൽ അപ്പോഴാണ് മാതാവ് ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കും. മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ഒരിക്കലും ഒരു പ്രബോധനം നൽകാനല്ല എന്നതാണ് ഇതിനകത്തെ കാര്യം. പ്രബോധനം നൽകാനല്ല പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മാതാവിന്റെ പ്രബോധനങ്ങൾ നമ്മുടെ പഠന വിഷയമാകണം. നമുക്ക് വിശുദ്ധഗ്രന്ഥത്തെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അത്തരം വിഷയങ്ങളെ നമുക്ക് അക്കാഡമിക്കായിട്ട് സമീപിക്കാനും പഠിക്കാനും പറ്റും. സഭ ഔദ്യോഗികമായി അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ആരംഭിക്കണം, ഒക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെടുന്ന ഒന്നും പ്രബോധകയായിട്ടല്ല, പകരം പ്രചോദകയായിട്ടാണ്, പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാർ പഠിപ്പിച്ചതുപോലെ ചെയ്യൂ മക്കളെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് പാപത്തിൽ നിന്ന് ഓടിയാകണം, കുമ്പസാരിക്കണമെന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. കുമ്പസാരം നിനക്കുണ്ടല്ലോ, നീ ഒന്ന് പോയി കുമ്പസാരിക്കൂ എന്നൊരു അമ്മ പറയുന്നത് പോലെ പറയലാണ്. അത് ഡോക്ടറിനല്ല, അത് പ്രചോദനമാണ്. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും പല പ്രത്യേക ഈ പ്രൈവറ്റ് റെവലേഷന്റെ കാരണം എന്താ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് കിട്ടുന്നവർക്ക് മാത്രമേ അറിയാവൂ. ലോകത്തോട് മുഴുവൻ പറയാനുള്ളതാണെങ്കിൽ ദൈവം അത് അങ്ങനെ തന്നെ ലോകത്തോട് മുഴുവനും പറഞ്ഞിട്ടുണ്ടാവും. ചിലരോട് മാത്രം പറയുന്നത്, ഇപ്പൊ ഉദാഹരണത്തിനുള്ള സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ലോകത്തോട് മുഴുവനും ഈശോയ്ക്ക് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. ഈശോ തന്നെ സ്ഥാപിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംവിധാനമുണ്ട്. മാർപ്പാപ്പ വഴി കൗൺസിലിലൂടെ സംസാരിക്കുക എന്നുള്ളതാണ്, അല്ലെ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമുക്ക് അതിനുള്ള അധികാരം ഉണ്ടെന്ന് വിചാരിച്ചു. ഇന്ത്യയോട് ഒരു കാര്യം പറയണം, ഞാൻ ഇന്ത്യയുടെയും മുകളിലുള്ള ഒരാളാണെന്ന് കരുത്. എനിക്ക് എന്താ മാർഗം? ഞാൻ അവിടെ 2-3 പേരെ കണ്ടുപിടിച്ചിട്ട് അവരോടൊക്കെ എല്ലാവരും പറയുന്നതാണോ? എനിക്ക് ആ അധികാരം ഉണ്ടെങ്കിൽ പ്രസിഡന്റിനോട് ഇക്കാര്യം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് ഇക്കാര്യം അനൗൺസ് ചെയ്യുമെന്ന് പറയുന്നതാണോ ഞാൻ ചെയ്യുക? തീർച്ചയായിട്ടും സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ്. ഈ അധികാരമുള്ള ആളോട് പറയാന്നുള്ളതാണ്. മിശിഹായ്ക്ക് നമ്മെ അറിയിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഔദ്യോഗിക സംവിധാനം മിശിഹായ്ക്ക് തന്നെയുണ്ട്. മിശിഹായുടെ വികാരിയുണ്ട്, അതിന്റെ സംവിധാനങ്ങളുണ്ട്, പരിശുദ്ധ റൂഹ അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുവഴിയാണ് പ്രബോധനങ്ങൾ നൽകുക. പ്രബോധനങ്ങൾ നൽകുമ്പോഴും അതനുസരിക്കാനുള്ള പ്രേരണ, മാതൃസഹജമായ പ്രേരണ കൊടുക്കാൻ വേണ്ടി മറിയം പ്രത്യക്ഷപ്പെടുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ആ പ്രത്യക്ഷീകരണങ്ങൾ യഥാർത്ഥമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നത് എല്ലാമല്ല. സഭ അടിസ്ഥാന പഠനമൊക്കെ നടത്തിയിട്ട് പ്രഖ്യാപിക്കുന്നതിനകത്ത് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, മാതാവിന്റെ പ്രത്യക്ഷീകരണം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അതിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ബാധകമായിരിക്കണമെന്നില്ല, നമ്മളെല്ലാവരും അത് അനുസരിക്കാൻ കടപ്പെട്ടവരായിരിക്കണമെന്നില്ല, നമ്മളത് വിശ്വസിക്കാൻ കടപ്പെട്ടവരായിരിക്കണമെന്നില്ല. അതേസമയം മാതാവിന്റെ പ്രത്യക്ഷീകരണം നടന്നു എന്നുള്ളത് ശരിയാണ്, നമ്മൾ അംഗീകരിക്കുകയും ചെയ്യാം. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ശരിയാണത്. മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കും അറിയത്തില്ല, കാരണം അത് ഞാൻ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അതിന്റെ വ്യത്യാസം. ഈ പലയിടത്തും പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നിടത്ത് ചിലടത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് നിന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പല രീതിയിലും അത് അവമതിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് സ്വീകരിക്കാൻ പറ്റുന്നത്, ഏതാണ് തള്ളിക്കളയേണ്ടത് എന്നുള്ളത് എങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കും? സിമ്പിളായിട്ട് ഒറ്റ കാര്യമുള്ളൂ. ഒരു റെവലേഷൻ ഉണ്ട് എന്ന്, ഒരു പബ്ലിക് റെവലേഷൻ നടന്നു എന്ന് ഒരാൾക്ക് തോന്നിയാൽ, നമുക്ക് തന്നെ ഇങ്ങനെ ഒരു റെവലേഷൻ ഉണ്ടായെന്ന് തോന്നുകയെന്ന് വെച്ചാൽ നമ്മൾ കണ്ട ഒരാൾക്ക് ഉണ്ടെന്ന് അവർ വന്ന് പറയും, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അറിയിക്കുക എന്നുള്ളതാണ്.
വികാരിച്ചൻ തൻ്റെ ദൈവശാസ്ത്ര പരിജ്ഞാനവും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു അടിസ്ഥാന പരിശോധന നടത്തിയ ശേഷം മെത്രാനെ അറിയിക്കും. മെത്രാൻ അവിടുന്ന് ഒരു കമ്മീഷനെ വെക്കും. അപ്പോൾ ഇത് ഒരു കമ്മീഷൻ വെക്കുക. കമ്മീഷനകത്ത് ദൈവശാസ്ത്രജ്ഞരുണ്ടാവും, കാനിസ്റ്റുകളുണ്ടാവും, സൈക്കോളജിസ്റ്റുകളുണ്ടാവും. കാരണം ഇതൊരാളുടെ സൈക്കോളജിക്കൽ ഫിനോമിനാണ്. ഇപ്പം വലിയ ശതമാനം ദർശനങ്ങളുടെയും പുറകിൽ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി പോലത്തെ പ്രശ്നങ്ങളോ ഹലൂസിനേഷൻ ഡിസോർഡറുകളോ ഡെലൂഷൻസോ ഒക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട്. ചിലപ്പോൾ ഇത് മിക്സ്ഡ് ആയിട്ടും വരും. അപ്പം അതൊക്കെയാണോ എന്ന് കണ്ടെത്തപ്പെടേണ്ടതുണ്ട്. മെഡിക്കലായിട്ട് അതിനെ പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി റോമിലേക്കൊക്കെ അയക്കുകയും അതിന്റെ പ്രൊസീജിയർ എല്ലാം പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് സഭ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ അത് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് നമുക്ക് അംഗീകരിക്കാം. 2, മാതാവ് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതി അവിടെ എപ്പോഴും മാതാവ് വന്ന് നിൽക്കുന്നു എന്നും കരുതേണ്ട ആവശ്യമില്ല. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം മാതാവ് അത് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ പോലും അതെല്ലാവർക്കും വേണ്ടി ആയിരിക്കുകയുമില്ല. നമ്മളെല്ലാവരും വണ്ടി പിടിച്ച് അവിടെ പോയി കാണണമെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കാനാണ് സാധ്യത. ഇനി ഇതൊക്കെ തെളിയിക്കുന്ന ഒരു സ്വാഭാവിക അടയാളം, ഇത് ശരിക്കുള്ളതാണോ എന്ന് തെളിയിക്കുന്ന സ്വാഭാവിക അടയാളങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, കാലം തെളിയിക്കും എന്നാണ്. കാലം തെളിയിക്കും. കാലങ്ങൾ കഴിയും തോറും അതിനെ ദൈവം എങ്ങനെ വളർത്തുന്നു എന്ന് നോക്കും. ലൂർദ് ഫാത്തിമ വളർന്നതുപോലെ മറ്റു സ്ഥലങ്ങൾ വളർന്നുണ്ടാവില്ല. അപ്പം ദൈവം വളർത്തും കാലത്തിലൂടെ. ഇനി ഈ കാലത്തിലൂടെ രണ്ടാമതെന്ന് നമുക്ക് സംഭവിക്കും, അതിന്റെ ഫ്രൂട്ട്സ് ഉണ്ടാവും. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഇപ്പം അങ്ങനെ ഒരു കാലങ്ങൾ കൊണ്ട് ഇപ്പൊ ദർശനം കിട്ടിയാൽ അതൊരു മോണിറ്ററി ബെനിഫിറ്റ് ആക്കി മാറ്റിയിട്ടില്ല എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ചിലപ്പം. എന്ന് വെച്ചാൽ അത് അവരുടെ ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയല്ല ഒരു ഉപയോഗിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഇനി അവർ മുമ്പുണ്ടായിരുന്ന അതിനേക്കാൾ വിശുദ്ധ ജീവിതത്തിലൂടെ പോകുന്നുവെന്തോ എന്ന് പരിശോധിക്കാം. അവർ സഭയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നവരാണോ എന്ന്. കാരണം മിശിഹ പരിശുദ്ധ കന്യകാമറിയം സഭയുടെ രാജ്ഞിയായിരിക്കെ ആ സഭയ്ക്ക് വിരുദ്ധമായ ഒരു പ്രചോദനം മാതാവ് കൊടുത്തു എന്ന് കരുതാൻ ഒരു സാധ്യതയില്ല. അപ്പം അവര് സഭയോട് ചേർന്ന് പോകുന്നവരാണോ അതോ സഭയിൽ നിന്ന് അകന്നു കഴിയുകയാണോ ഇതിന് ശേഷം എന്ന കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന അവരുടെ ആധ്യാത്മിക ജീവിതം, ഭൗതിക ജീവിതം, കാഴ്ചപ്പാടുകൾ, ബന്ധങ്ങൾ, അതിലൂടെ ഉണ്ടായിട്ടുള്ള നന്മകൾ തുടങ്ങിയവയൊക്കെ കാലക്രമത്തിൽ പഠന വിധേയമാക്കുമ്പോഴാണ് അത് ജെന്യൂൻ ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അത് പരിശോധിക്കേണ്ടത്. അച്ഛാ, ഒത്തിരി സന്തോഷം. അച്ഛൻ വളരെ ഔദ്യോഗികമായിട്ടും വളരെ ആധികാരികമായിട്ടും ഈ സത്യങ്ങൾ പറഞ്ഞപ്പോൾ അത് നമ്മുടെ ബെത്ലഹേം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം എല്ലാവർക്കും തന്നെ പുറത്തുള്ളവർക്കും എല്ലാവർക്കും ഇത് വാസ്തവത്തിൽ അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പാഠപുസ്തകമാണ്, പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് സമാപിപ്പിക്കാം. അച്ഛാ, ഒത്തിരി സന്തോഷം. ഈശോ അനുഗ്രഹിക്കട്ടെ.